പൂത്ത കടക്കനെ അഞ്ചു ചേലനക്ക് നട നട അന്ന നടക്കണ്ട തെയ്യം മുടിയൊഴുകി നോക്ക് വെള്ളിക്കിണ്ണ തുള്ളി തുളുമ്പുന്ന ചേല് പൂവമ്പന്റെ കൊലച്ചു വച്ചൊരു കരിമ്പ് വെള്ളത്ത പടത്തലവാ വളെടുത്ത് വീശല് ഞാനത് മുരിക്കും പൂവാക്കും അല്ലേ മലക്കുള്ള കടവിലെ അലുതി പെണ്ണുങ്ങൾ കണ്ടു കൊതിക്കും നടപൊത്തവർ നമ്മളെ കെട്ട നടപ്പാക്കും എന്തെല്ലാം പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും മിണ്ടിയില്ല എന്നിട്ടും നീ എൻ്റെ ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരോളി കണ്ണെനക്ക് പൂവാരിശ പൂത്ത കടക്കനെ അഞ്ചു ചേലനക്ക് നട നട അന്ന നടക്കണ്ടതയ മുടിയൊഴുക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല് കുത്തിക്കുന്ന ഉന്നോട പേര് വലിയില കുച്ചണ്ടി 10,000 വീര പച്ച കുത്തിക്കുന്ന ഉന്നോട പേര് വലിയില കുച്ചണ്ടി 10,000 വീര ഉന്നോട இருக்கணும் உலகத்தை மறக்கணும் உன்னோட இருக்கணும் நான் உலகத்தை மறக்கணும் என்னோட குழந்தவோ வயத்தில பிறக்கணும் என்னோட குழந்தவோ வயத்தில பிறக்கணும் நான் கடல் மேல மிதக்கிற நீ ஆகாயத்தில பறக்குற நான் கடல் மேல மிதக்கிற நீ ஆகாயத்தில பறக்குற அம்ம குட்டியே பட்டு குட்டியே தங்க கட்டியே மாயக்கிட்டியே ஓ Thank you. என்னுള്ളിൽ മൗനം വാമോ ജന്മങ്ങൾ ഉൽകും നാദം നൽകൂ ദൂതും വേറെ നീങ്ങും മേഘം മണ്ണിനേകും ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളൂ പൊൻവീണേ എന്നുള്ളിൽ മൗനം വാമോ ജന്മങ്ങൾ പുൽകും നീ നാദം നൽകൂ വെൺമതികല ചൂടും വിണ്ണിൻ ചാരുതയിൽ പൂഞ്ചിറകുകൾ നേടി വാനിൻ അതിരുകൾ തേടി പറന്നേറുന്നു മനം മറന്നാടുന്നു സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും സ്വപ്നങ്ങൾ പെയ്തും നവരത്നങ്ങൾ നെയ്തും അറിയാതെ
മൗനം വാങ്ങൂ. ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. ചെന്തളിരുകളോലും കന്യാവാടികയിൽ മാനിടകളെ നോക്കി കയ്യിൽ കറുകയുമായി വരം നേടുന്നു, സ്വയം വരം കൊള്ളുന്നു. ഹേമന്തം പോലെ നവവാസന്തം പോലെ, ഹേമന്തം പോലെ നവവാസന്തം പോലെ, ലയം പോലെ നലം പോലെ ഹരിയ ഹരിതഗിരിയിൽ പൊൻവീണി എന്നുള്ളിൽ മൗനം വാങ്ങൂ. ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. ദൂതും പേരി നീങ്ങും മേഘം മണ്ണിന്നേകും ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളൂ. ലാ 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 ലാ. മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്നു നീ എനിക്ക് വേണ്ടി. വേലിറാക്കൾ വിരുന്നു വന്നു പകൽക്കിനാവിൽ എന്നെനിക്കു വേണ്ടി. ചിരിയുടെ കുളിരലകൾ അതിലിളകിയ കരിവളകൾ, നീ അഴകിന്റെ കുളിരരുവിൽ അതിലൊഴുകിയ മുരളികൾ ഞാൻ. പ്രണയിൽ ഹരിമുരളിയിൽ ഇന്നനുരാഗരാഗമായമായി നീ. മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്നു നീ എനിക്ക് വേണ്ടി. വേലിറാക്കൾ വിരുന്നു വന്നു പകൽക്കിനാവിൽ എന്നെനിക്കു വേണ്ടി. എത്രയോ ജന്മമായി ആ മധുര പല്ലവികൾ കേൾക്കുവാൻ പാടുവാൻ കാത്തിരുന്ന പെൺകൊടി ഞാൻ. എത്ര നാൾ കാത്തിരുന്നു കാണുവാൻ, അത്രമേ ഇഷ്ടമായി മുഖം. എന്റെ രാഗസന്ധ്യകളിൽ വേറെ എന്തിനൊരു സൂര്യൻ, എന്റെ പ്രേമ പഞ്ചമിയിൽ വേറെ എന്തിനൊരു തിങ്കൾ. നിന്നെ ഓർക്കാതെ എനിക്കില്ല പുലരിയും ഇരവുകളും. മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്നു നീ എനിക്ക് വേണ്ടി. വേലിറാക്കൾ വിരുന്നു വന്നു പകൽക്കിനാവിൽ എന്നെനിക്കു വേണ്ടി. ആരു നീ എൻ ഹൃദയ ദേവതേ, എൻ മനോവാടി പൂവണിഞ്ഞ ചാരുതേ. വന്നു ഞാൻ നിന്നരികിലെൻ പ്രിയനേ, നിന്നിലേ ഒഴുകി വരും ആതിരയാ.
കാത്തുമൈന കഥ പറയും കാനനങ്ങൾ തൂക്കുകയാ നിന്നിലലിയുമ്പോൾ ആത്മരാഗങ്ങൾ സുരഭിലും ഒഴുകി വരും മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്നു നീ എനിക്ക് വേണ്ടി വേൽപിറാക്കൾ വിരുന്നു വന്നു പകൽക്കിനാവിൽ എന്നെനിക്കു വേണ്ടി ചിരിയുടെ കുളിരലകൾ അതിലിളകിയ തരിവളകൾ നീഴകിന്റെ കുളിരരുവി അതിലൊഴുകിയ മുരളികൾ പ്രണയിനി ഹരിമുരളിയിൽ അനുരാഗരാഗമാല്യമായി അനുരാഗരാഗമാല്യമായി. താങ്ക് യു. ലോകപ്രകാശ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. ചെയ്യുന്നത് ഇസ് എ പവർഫുൾ വുമൺ. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ നിസാം മോൾ ടീച്ചർ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. ടീച്ചറെ ആദരപൂർവ്വം സ്വാഗത പ്രാസംഗികത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മുടെ സ്കൂളിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ്റെ ആദ്യ പ്രോഗ്രാമായ ലോഗോ റിവീലിംഗ് ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമുക്കേവർക്കും പ്രിയങ്കരനായ നമ്മുടെ സ്കൂൾ മാനേജർ ശ്രീ PA മുക്ത സർ, ലോഗോ റിവീലിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ നമുക്കേവർക്കും പ്രിയപ്പെട്ട ഫിലിം സ്റ്റാർ ശ്രീ റഹ്മാൻ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന നമ്മളുടെ ജമാഅത്തിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ KK മജീദ് അവർകൾ, വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ PP എൽദോസ്, നമ്മുടെ തണ്ടേക്കാട് മുസ്ലിം ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറി MK ഷംസുദ്ദീൻ, ചെയർമാൻ KB ഷാജഹാൻ, നമ്മളുടെ PTA പ്രസിഡൻറ്റ്, PTA വൈസ് പ്രസിഡൻറ്റ്, PTA മാതൃസംഗമം ചെയർപേഴ്സൺ, മാനേജ്മെൻറ്റിൻ്റെ ഭാരവാഹികൾ, PTA മറ്റു ഭാരവാഹികൾ. നമുക്കറിയാം ധാരാളം വിശിഷ്ട വ്യക്തികൾ നമ്മളുടെ സദസ്സിലും വേദിയിലും സദസ്സിലുമായി എത്തിയിട്ടുണ്ട്. നമുക്കേവർക്കും പ്രിയങ്കരനായ ആ 19കാരൻ അസിം വെളിമണ്ണയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയൊരു കയ്യടി കൊടുക്കുക. സദസ്സിലിരിക്കുന്ന പ്രിയമുള്ളവരെ, ഓൾഡ് സ്റ്റുഡൻസ്, രക്ഷിതാക്കൾ, അധ്യാപക അനധ്യാപകർ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമുക്കറിയാം നമ്മുടെ സ്കൂളിൻ്റെ
ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാമായ ലോഗോ റിവീലിംഗ് സെറിമണിയിലാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത്. 1964 കേവലം 254 വിദ്യാർത്ഥികളായി ഒരു LP സ്കൂളായി തുടങ്ങിയ നമ്മുടെ വിദ്യാലയം ഇന്ന് 2025 3500-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയ സ്ഥാപനമായി ഉയർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇതുപോലൊരു സ്ഥാപനം തുടങ്ങി വെച്ച മൺമറഞ്ഞു പോയ മഹാരഥന്മാരെ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ മുൻ മാനേജർ അബൂക്കെയും ഞാൻ ഓർക്കുകയാണ്. കുട്ടികൾക്ക് 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു കൊടുത്ത ഗുരുശ്രേഷ്ഠന്മാരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സ്കൂളിന് കുറേയധികം നേട്ടങ്ങൾ നമ്മുടെ പ്രിയ വിദ്യാർത്ഥികൾ നേടിത്തന്നു. ഈ കഴിഞ്ഞ ശാസ്ത്രോത്സവത്തിലും യൂത്ത് ഫെസ്റ്റിവലിലും സ്പോർട്സിലുമെല്ലാം നമ്മൾ വലിയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആ കുട്ടികൾക്കുള്ള അഭിനന്ദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. നമുക്കറിയാം, ധാരാളം മഹത് വ്യക്തികൾ ഈ വേദിയിലുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മളുടെ ഇന്നത്തെ ഈ ചടങ്ങിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ മാനേജർ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഈ സ്കൂളിൻ്റെ 60-ാം വാർഷികം കെങ്കേമമാക്കണമെന്ന്. അപ്പം അതിനുവേണ്ടിയുള്ള എല്ലാ പ്രയത്നങ്ങളും വളരെ മുൻപ് തന്നെ സർ എടുത്തിരുന്നു. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് നമ്മുടെ മാനേജർ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റ് റോഷൻ റഹ്മാൻ എന്ന് പറയുന്ന റഹ്മാൻ അവർകൾ 1984 പത്മരാജൻ സംവിധാനം ചെയ്ത കൂടെവിടെ എന്ന സിനിമയിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്നു. ആദ്യ സിനിമയിൽ തന്നെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ജേതാവായിരുന്നു. പിന്നീട് അങ്ങോട്ട് സിനിമകളുടെ ഒരു പ്രളയമായിരുന്നു. 1980-90 കാലഘട്ടങ്ങളിൽ അന്നത്തെ യുവജനത നെഞ്ചിലേറ്റിയ താരമായിരുന്നു ശ്രീ റഹ്മാൻ. ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഫാനാണ്. കാരണം കൂടെവിടെയും കാണാമറയത്തുമൊക്കെ അന്ന് ഞങ്ങളുടെയും സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫൊക്കെ ആയിരുന്നു. കൂടെവിടെയും കാണാമറയത്തുമൊക്കെ ധാരാളം പ്രാവശ്യം കാണുകയും കൂടെവിടെ കണ്ട് പലവട്ടം കരഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നേരിൽ കാണാനും ഈ സദസ്സിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനും കിട്ടിയ ഒരു അവസരം എൻ്റെ ജീവിതത്തിലെ വലിയൊരു അസറ്റായിട്ട് ഞാൻ കാണുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടേക്ക് കയറി വന്ന അസീം വെളിമണ്ണ എന്ന 19കാരൻ അല്ലേ, നമ്മൾക്കൊക്കെ വലിയൊരു പാഠമാണ്. കുറേയധികം ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടായിട്ടും അതിനെയൊക്കെ ചെറുത്ത് ജീവിച്ച് അല്ലേ വലിയ ഒരു പാരാസിമ്മറായി പാരീസിലൊക്കെ പോയി വേൾഡ് സ്വിമ്മിങ് പ്രോഗ്രാമിലെല്ലാം പങ്കെടുത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ ആലുവയിൽ പരിശീലനത്തിലായിരുന്നു. നമ്മുടെ പെരിയാർ നീന്തിക്കടന്ന കൊച്ചുമിടുക്കനെ എത്ര അഭിനന്ദനം അർപ്പിച്ചാലും മതിയാവില്ല. അസീം വെളിമണ്ണയ്ക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നിവിടെ ഈ പ്രോഗ്രാമിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ വെങ്ങോല പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ PP എൽദോസ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എന്നും നമുക്ക് കരുത്തായി നിൽക്കുന്നത് നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റാണ്. ഇങ്ങനെയൊരു മാനേജ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ സ്കൂള് ഇത്രയും പുരോഗതിയിലേക്ക് കുതിച്ചു കയറുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഗവേണിംഗ് ബോഡിയുടെ ഏറ്റവും ഉന്നതരായ കരുത്തരായ സാരഥികളെല്ലാം ഇവിടെയുണ്ട്. ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KK മജീദ് അവരുകളെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ MK ഷംസുദ്ദീൻ അവർക്കും ഹൃദ്യമായ സ്വാഗതം. ചെയർമാൻ KB ഷാജഹാൻ അവർകളും നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ PTA പ്രസിഡന്റ് മുസ്തഫ ചിറ്റേത്ത് കൂടിക്കും സ്വാഗതം. നമ്മളുടെ മാനേജ്മെൻറ്റിൻ്റെ വളരെയധികം പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. എനിക്കറിയാം, ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് സ്വാഗതം ചെയ്യുമ്പോൾ അത് കൂടുതൽ സമയമെടുക്കുമെന്നതിനാലും
വേദിയിലുള്ളവർക്ക് സംസാരിക്കാനുള്ള ഒരു സമയം കൂടി ഞാൻ കൂടുതൽ എടുക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. എങ്കിൽ കൂടി നമ്മളുടെ സ്റ്റാഫ് സെക്രട്ടറിമാരുണ്ട്, നഴ്സറി HM ഉണ്ട്, നഴ്സറി മാനേജറുണ്ട്, PTA മറ്റു ഭാരവാഹികളുണ്ട്, മുൻ മാനേജറുണ്ട്, അതുപോലെ നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, നമ്മുടെ മുൻ ജമാഅത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന അലിയാർ സാഹിബ് ഇവിടെയുണ്ട്, അതുപോലെ കമ്മിറ്റിയുടെ മറ്റു പല മെമ്പേഴ്സുമുണ്ട്. മുൻ ഹെഡ് മാസ്റ്റർ അലിയാസ് സാറുണ്ട്, നമ്മുടെ സ്കൂളിലെ മുൻ അധ്യാപകനായിരുന്ന കൊച്ചുണ്ണി സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം വേദിയിലിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഭാഗമാകാൻ വേണ്ടി എത്തിയിരിക്കുന്ന നമ്മളുടെ രക്ഷിതാക്കളുണ്ട്, ധാരാളം പേര്. നമ്മളുടെ പ്രിയങ്കരായ ഓൾഡ് സ്റ്റുഡൻസ് ഉണ്ട്, നമ്മുടെ സ്നേഹം നിറഞ്ഞ അധ്യാപക അനധ്യാപകരുണ്ട്, നമുക്ക് എന്നും പ്രിയമുള്ള നമ്മളുടെ കുട്ടികളുണ്ട്. എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിൻസിപ്പൽ നിസമോൾ ടീച്ചർ, നമ്മളുടെ ഇന്നത്തെ മുഖ്യ അതിഥി പ്രിയപ്പെട്ട ശ്രീ റഹ്മാൻ, അസീം വെളിമണ്ണ, മറ്റ് വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, അധ്യാപകരെ, അനധ്യാപകരെ, ഏറെ സ്നേഹവാത്സല്യമായിട്ടുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് ഏറെ സന്തോഷമായ ഒരു ദിവസമാണ് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ തണ്ടേക്കാടിനെ സംബന്ധിച്ച്. ഏറെ നാളത്തെ വലിയൊരു ആഗ്രഹമാണ് 60 വർഷം പൂർത്തീകരിച്ച ഈ സ്ഥാപനത്തിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസമായാണ് ഞാനിതിനെ കാണുന്നത്. നമ്മുടെ ഈ സ്ഥാപനം 1964 ആരംഭിച്ച് 1-2 ക്ലാസ്സുമായി ആരംഭിച്ച് ഇന്ന് ഈ സംസ്ഥാനത്ത് തന്നെ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ 3700ഓളം വരുന്ന കുട്ടികൾ പഠിക്കുന്ന വലിയൊരു സ്ഥാപനത്തിൻ്റെ ഒരു ചടങ്ങിലാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. 60 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓല മേഞ്ഞ ഷെഡിൽ നിന്നും ഇന്ന് ഈ കാണുന്നതായിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനേജർ എന്നുള്ള നിലക്ക് ഞാൻ ഏറെ അഭിമാനം കൊള്ളുകയാണ്. ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു ആഘോഷം മാത്രമായി ഒതുക്കുക എന്നുള്ളതല്ല, സമഗ്രമായിട്ടുള്ള ഒരു വികസനം ലക്ഷ്യമിട്ടാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിക്ക് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എല്ലാവരുമായി കൂടി ആലോചിച്ചെടുത്ത തീരുമാനപ്രകാരം ഒട്ടനവധി മേഖലകളിലൂടെ കടന്നു പോകുവാനാണ് ഈ വികസനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നടൻ റഹ്മാനെ ഇവിടെ ക്ഷണിക്കണമെന്ന് കമ്മിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തത്. എന്തുകൊണ്ടും പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള 80ലെയും 90ലെയും ഇന്നും റഹ്മാനെ സംബന്ധിച്ച് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇന്ന് പുതിയതായിട്ടുള്ള ഗണപതി അടക്കമുള്ള ഒരുപാട് ധ്രുവങ്ങൾ 16 അടക്കമുള്ള മൂന്നാം പക്കവും കൂടെവിടെയും ഒരുപാട് സിനിമകളിൽ ഞാനൊക്കെ ഏകദേശം 200 പടങ്ങൾ റഹ്മാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ 150 പടവും കണ്ടേക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എന്തായാലും ഈ പരിപാടിയിൽ ഇന്ന് മോഹൻലാലിനോടും മമ്മൂട്ടിയോടും അമിതാഭ് ബച്ചനോടൊപ്പം തന്നെ അഭിനയിക്കുകയും ഒരു നായക നടനായി വളർന്നു വന്ന നമ്മളുടെ പ്രിയപ്പെട്ട നടൻ റഹ്മാനെ ഇവിടെ ഈ പരിപാടിയിൽ ലോഗോ പ്രകാശനവുമായി ബന്ധപ്പെട്ട് കിട്ടിയതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് നമ്മളുടെ ഗ്രൗണ്ടിൻ്റെ നവീകരണ പ്രവർത്തനം നടത്തിയതിൻ്റെ ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപാട് പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയെയും കേരളത്തെയും അഭിമാനത്തോടു കൂടി തന്നെ തലയുയർത്തി നിർത്തുന്ന അസീം വെളിമണ്ണയും നമ്മളുടെ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ലോഗോ പ്രകാശനം, അതിന് പ്രിയപ്പെട്ട റഹ്മാൻ സാർ വളരെ സമയമെടുത്ത് അദ്ദേഹത്തിൻ്റെ തിരക്കുകൾക്കിടയിലാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇന്നലെ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം ഇനി നമ്മോട് കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടുന്ന് മടങ്ങുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഞങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നമസ്കാരം. ആദരണീയായ പ്രിൻസിപ്പാളിനും
ബഹുമാനപ്പെട്ട ജമാഅത്ത് പ്രസിഡന്റിനും PK മുക്താറിനും സദസ്സിലിരിക്കുന്ന മുഖ്യ അതിഥികൾക്കും അധ്യാപകരും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും മറ്റും പ്രിയ ജമാഅത്ത് കുടുംബത്തിനും എൻ്റെ സ്നേഹവും എല്ലാവർക്കും നിറഞ്ഞ ആശംസകളും. പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റം വന്നു. ഞാൻ കരുതി ലോഗോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും പരിപാടി എന്ന്, പക്ഷെ അതിനെ മുന്നേ ആക്കി. നോ പ്രോബ്ലം. 60 വർഷം ഡയമണ്ട് ജൂബിലി. ഒരു സ്കൂളിൻ്റെ 60 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചില്ലറ കാര്യമല്ല അല്ലേ? അതൊരു സ്റ്റോറി തന്നെയാണ്. ഒരു സ്റ്റോറി ഓഫ് ഡ്രീംസ്, ഹാർഡ് വർക്ക്, സക്സസ്. 60 വർഷങ്ങൾ പഠനവും പ്രയത്നവും വിജയവും നിറഞ്ഞ ഒരു നീണ്ട യാത്ര അല്ലേ? ഗ്രേറ്റ്. ഒരു സ്കൂളിൻ്റെ 60 വർഷങ്ങൾ ഒരു ഹിറ്റായ സിനിമയുടെ ഫ്രാഞ്ചൈസി പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഓരോ കാലഘട്ടവും ഓരോ തലമുറയും പുതിയ കഥാപാത്രങ്ങളുമായി വരുന്നു. പക്ഷേ എൻഡിൽ സ്റ്റോറിയുടെ സ്പിരിറ്റ് അതുപോലെ തന്നെയാണ് തുടർന്ന് പോകുന്നതും. അതാണ് ഈ സ്കൂളിൻ്റെ ബ്രില്യൻസ്, എഡ്യൂക്കേഷണൽ ബ്രില്യൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും ഒരു ചടങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ അത് ലോഗോ പ്രകാശനം ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാവും എൻ്റെ പ്രസംഗം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നേരത്തെ വിളിച്ചു കഴിഞ്ഞു. ഇനി നോ പ്രോബ്ലം. ലോഗോ പലർക്കും ഇത് കേട്ട് പരിചയമുള്ളൂ എനിക്ക് തോന്നുന്നു. കാരണം പലയിടത്തും ലോഗോ എന്താണെന്ന് അവർക്കറിയാം. പക്ഷേ ഇത് എന്താണ്, വിദ്യാർത്ഥികളോടാണ്, കുട്ടികളുടെ അടുത്താണ്, എന്താണ് ഇതിൻ്റെ അർത്ഥം, വാട്ട് ഈസ് ദിസ്, ഈ ലോഗോ എന്താണ് എന്നുള്ളതിനൊരു എനിക്ക് തോന്നുന്നു അധികം പിള്ളേർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലെന്ന് തോന്നുന്നു. ലോഗോ വെറും ഒരു ഡിസൈൻ അല്ല, ഒരു എന്താ പറയുക, കമ്പ്യൂട്ടറിൽ ചെയ്ത ഒരു ഡിസൈൻ അല്ല. അത് നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. അഭിമാനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒരു ഐക്യം തന്നെയാണ്. ഒരു പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനമാണ്. സോ അതാണ് ഈ ഒരു ലോഗോയുടെ ഐക്യം. ഒരു ലോഗോയുടെ ഒരു ലോഗോ എന്താണെന്നുള്ളത് ഒരു മീൻ ചെയ്യുന്നതിൻ്റെ ഫീൽ. പക്ഷേ ഒരു അപേക്ഷയുണ്ട് മാനേജ്മെൻറ്റിനോട്. ഞാനായി റിവീൽ ചെയ്യുന്ന ഈ ലോഗോ ഇനി അടുത്തൊരു 100 വർഷത്തേക്ക് ഇത് മാറ്റരുത് എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, കാരണം ഈ ലോഗോ കാണുമ്പോഴൊക്കെ നിങ്ങൾ റഹ്മാനെ ഓർക്കും എന്നുള്ളൊരു പ്രതീക്ഷ. പ്രിയപ്പെട്ട കുട്ടികളെ, എന്താ പറയുക, ഞാനിപ്പോൾ മറന്നു, എന്താ പറയാമെന്നതും മറന്നു. ജീവിതത്തിൽ വിജയിക്കാനായി ഒരുപാട് മാർക്കുകൾ നേടിയിട്ടൊന്നും വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാർക്ക് വേണം, മാർക്ക് നല്ലതാണ്. പക്ഷേ അതിനൊപ്പം ദയയും ആത്മവിശ്വാസവും നല്ല മനസ്സും വേണം. നിങ്ങൾ ഓർക്കേണ്ടത് ഒന്ന്, സത്യസന്ധതയും നല്ല മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല വിജയങ്ങൾ എന്ന് വിശ്വസിക്കുന്നതിൽ ഒരുത്തനാണ് ഞാൻ. കഴിഞ്ഞ 42 വർഷവും ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിലാണ്. ഇവിടെ പറഞ്ഞപ്പോൾ തെറ്റി. 1983 ഞാൻ സിനിമയ്ക്ക് വന്നത് കൂടെയുടേതിലൂടെ.
ശ്രീ പത്മരാജനാണ് എന്നെ സിനിമയിൽ കൊണ്ടുവന്നതും. അന്ന് സിനിമയിൽ വരണമെന്നോ ഞാൻ ആഗ്രഹിച്ചതല്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിത്തം കഴിഞ്ഞു തിരിച്ച് പാരൻസിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനെയൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്ന് എന്നെ, കാരണം ഞാൻ ആ സമയത്ത് സ്കൂളിൽ ടോപ്പറാണ്, നാടകത്തിലും എല്ലാത്തിലും ചെയ്യാറുണ്ട്. അങ്ങനെ എന്നെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് അവരിന്ന് വന്ന് ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി വിളിച്ചത്. അതൊരു 3-4 ദിവസത്തിൻ്റെ കഥാപാത്രം. സംവിധായകൻ പത്മരാജൻ സാർ എന്നെ കണ്ടു. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പം എല്ലാവരുടെയും മനസ്സിൽ നിന്ന് മാറി എനിക്ക് പ്രധാന വേഷം തന്നു. അതാണ് വിധി. അതുകൊണ്ട് അങ്ങനെയാണ് എൻ്റെ കരിയർ തുടങ്ങിയത്. ഇപ്പോൾ 42 വർഷമായി ഇന്ത്യയിലുള്ള ഒരു മിക്ക എല്ലാ ഭാഷയിലും കുറച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് ഇന്ന് ഇങ്ങനെ ഒരു മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും എത്താൻ കഴിഞ്ഞതും ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ സ്നേഹവും ഇപ്പോഴും ഞാൻ വന്നില്ലെങ്കിൽ ഇത് എനിക്കൊരു നഷ്ടമായി. തന്നെ ബഹുമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇതിന് കാരണക്കാരായ ശ്രീ നിങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ മാനേജറായ ശ്രീ PM മുക്താറാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം PR മുക്താർ എനിക്കറിയാൻ എൻ്റെ സുഹൃത്തായ റഷീദ് അവിടെ ഇരിക്കുന്നുണ്ട്. റഷീദും അവരും സുഹൃത്തുക്കളാണ്. അപ്പോൾ മുക്താറിനെ കുറിച്ച് ഒരുപാട് കാരണം ഞാൻ പൊതുവേ ഒരു പരിപാടിക്കൊന്നും പോകാത്തൊരാളാണ്. ഞാൻ താമസിക്കുന്നത് ചെന്നൈയിലാണെങ്കിലും ഇപ്പോൾ ഞാൻ വന്നത് മലേഷ്യയിൽ നിന്നാണ്. 1-2 നുണകളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇതിനു വേണ്ടിയാണെങ്കിൽ അവരെന്നെ വിടൂലായിരുന്നു. ഞാൻ ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിരിക്കുക. സോ ഇവിടെ വരാൻ കാരണം ശ്രീ മുക്താറിനെ കുറിച്ച് ഒരുപാട് നല്ല വാക്കുകൾ എൻ്റെ സുഹൃത്തും ശ്രീ റഫീഖും പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ ഗൗരവം മനസ്സിലാക്കി വന്നത്. ഈ സ്കൂളിന്, ഈ സ്ഥാപനത്തിന് വേണ്ടി പുള്ളി എത്രത്തോളം, പുള്ളിയുടെ ഒരു ആയുസ് മുഴുവനും പുള്ളി ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അത് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല, പക്ഷേ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഫ്രോം മലേഷ്യ. എനിക്ക് നാളെ തന്നെ തിരിച്ചു പോവും വേണം. അപ്പം നന്ദി മുക്താർ, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഈ ലോഗോ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആക്ച്വലി വിചാരിച്ചു ലോഗോ ചെയ്തവരാരാ? ശരി, ഓക്കെ. എനിവേസ് അത് കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയാം. ഓക്കെ. ഇനി ആ ലോഗോ റിലീസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു കയ്യടി അടിക്കാം. പേരെന്താ? സുമയ്ക്കൊരു കയ്യടി. ഓക്കെ. പിന്നെ ഞാനിത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഒന്ന് പറയാൻ എന്ന് തോന്നി. പക്ഷേ ഇങ്ങനെ ഒരു സദസ്സിൽ പറയണോ വേണ്ടേ എന്ന് മനസ്സിലിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കണം, പക്ഷേ അത് ഞാൻ അധികം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. എന്തായാലും എൻ്റെ വകയിൽ നിന്ന് സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട്. ഡ്രഗ്സ്, മയക്കുമരുന്ന്, ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ, എറണാകുളത്ത് അങ്ങനെയൊക്കെ. അപ്പം പല വർഷങ്ങളായിട്ട് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിഷ്കളങ്കായ കുഞ്ഞ് സ്കൂൾ കുട്ടികൾ വരെ ഇതിൽ കുടുങ്ങിപ്പോകുന്നുണ്ട്. മക്കളെ വളരെ ഡേഞ്ചറാണ്. കാരണം എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഡ്രഗ്സ് എടുത്തിട്ടില്ല. എന്നാൽ പോലും എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്തിൻ്റെ ഏക മകൻ സ്കൂളിൽ വലിയ ടോപ്പറായിരുന്നു, കളിയിലും അക്കാഡമിക്സിലൊക്കെ. എന്നിട്ട് പുള്ളി കോളേജിൽ ചേർന്ന് 2ാമത്തെ വർഷം അവൻ അവിടെ നിന്ന് എടുക്കേണ്ടി വന്നു കോളേജിൽ നിന്ന്. കാരണം മോശ കൂട്ടുകെട്ട്, ആവശ്യമില്ലാത്ത ദുശീലങ്ങൾ. ആൻഡ് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് വീട്ടിൽ തന്നെയാണ്. വയസ്സ് 35ആയി. ജീവിതം പകുതി ആയുസ് പോയി കഴിഞ്ഞ് പുള്ളിക്ക്. ശരീരത്തിന് ഇപ്പോൾ ഓക്കെയാണ്, പക്ഷേ തലച്ചോറിനാണ് പുള്ളിക്ക് പ്രശ്നമായത് ഡ്രഗ്സ് കാരണം. അത് മക്കളെ, ഇതിന് ഒരു ചികിത്സയും ഇല്ല ലോകത്തിൽ. അത് മനസ്സിലാക്കണം. പലർക്കും തോന്നാം ഇത് ഒരിക്കൽ ട്രൈ ചെയ്താൽ പിന്നെ നിർത്താം, അങ്ങനെയൊക്കെ പലതും തോന്നും. പക്ഷേ ഒരിക്കലുമില്ല, തിരിച്ചു വരാൻ വഴിയില്ല.
മരുന്ന് കണ്ടെത്തിയിട്ടില്ല. സോ ബി കെയർഫുൾ. നിങ്ങൾ ഈ സ്കൂൾ കഴിഞ്ഞ് +2 കഴിഞ്ഞ് കോളേജിൽ ചേരുമ്പോഴൊക്കെ അവിടെ നിന്നാണ് നിങ്ങളുടെ റിയൽ ജീവിതം തുടങ്ങുന്നത്. വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ നിങ്ങൾ സ്വപ്നം കാണണം, ശ്രമിക്കണം. തോൽവികളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ ഒരു പാർട്ട് ഓഫ് ദ ലൈഫാണ്. ഞാനും അനുഭവിച്ചിട്ടുണ്ട്, ഞാനും പോയിട്ടുണ്ട് അതിലൂടെ. സോ കെയർഫുൾ. ഇതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും അതൊരു വലിയ കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ സ്റ്റുഡൻസ് ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മാത്രം എന്നാണ്. എല്ലാവർക്കും ഈ എന്താ പറയുക, ഈ നീണ്ട 60 വർഷം നീണ്ട ഒരു മഹത്തായ ഒരു കാര്യത്തിന് പങ്കെടുത്ത എല്ലാവർക്കും, അധ്യാപകന്മാർക്കും വിദ്യാർത്ഥികൾക്കും മാനേജ്മെൻറ്റും ജമാഅത്ത് മാനേജ്മെൻറ്റിനും എല്ലാവർക്കും വീണ്ടും അഭിനന്ദനങ്ങൾ പറയുന്നു. ആൻഡ് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഉയരങ്ങൾ നേടട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. എല്ലാവർക്കും എൻ്റെ സ്നേഹം. താങ്ക് യു. നമ്മുടെ സ്കൂള് 60 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ചെറിയ ഒരു വിദ്യാലയമായി തുടങ്ങി ഇന്ന് അത് വളർന്ന് പന്തലിച്ച് വലിയൊരു സ്ഥാപനമായി നിൽക്കുകയാണ്. ഇതിൻ്റെ 60ാം വാർഷികമാണെന്ന് നമ്മളൊരു ആഘോഷമായി തുടങ്ങുന്നതിന് വേണ്ടി തുടക്കം കുറിക്കുന്ന ദിവസമാണെന്ന്. ഇതിൽ പങ്കെടുത്ത, ഇതിൽ വന്ന് ഇതിനകത്ത് ഭാഗവാക്കായ എല്ലാ നല്ലവരായ നാട്ടുകാരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാറ്റിനോ
കിളികൾ ചൊല്ലി കാറ്റ് പൂവിൽ കരളിനോടും അലസമലസമാ അരികിലൊഴുകി ഞാൻ പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടും കരളിനോടും. താങ്ക് യു സാർ. താങ്ക് യു. റഹ്മാൻ സാറിൻ്റെ അതിപ്രശസ്തമായൊരു ഗാനമാണ് അഞ്ജു ഇവിടെ ആലപിച്ചത്. വളരെ അഭിമാനത്തോടെയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ അഭിമാനമായ തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പള്ളിയുടെ ഒരു അനുബന്ധ സ്ഥാപനമായി ഇത്രയേറെ വളർന്നു വന്ന ഈ സ്ഥാപനം നമ്മുടെയാണെന്ന് പറയാൻ ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരായ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഞാൻ വേദിയിലിരിക്കുന്നവരെ അഭിസംബോധന ചെയ്തില്ല, സമയം കളയേണ്ടായാലും കരുതി. എല്ലാവരും നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണല്ലോ. എന്തായാലും ഇതിൻ്റെ പൂർവികരായ ഈ സ്ഥാപനം 964 സ്ഥാപിക്കാൻ ഉണ്ടായിരുന്ന ഇതിനുവേണ്ടി പ്രയത്നിച്ചവരൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല. മഹാന എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ പെരുമ്പാവൂരിൻ്റെ നവോത്ഥാന നായകൻ, തിരുക്കൊച്ചി എന്ന നിയമസഭാ അംഗമായിരുന്നു, MLA ആയിരുന്ന ശ്രീ മജീദ് മരക്കാർ സാഹിബും നമ്മുടെ മുൻകാല പള്ളിയിലെ ഇമാമായിരുന്ന ശ്രീ വീരാൻ മൗലവി സാറും ഈ നാട്ടിലെ അന്നത്തെ പരിപാലന സമിതിയുടെ പ്രധാന ആളുകളായിരുന്ന നിരക്ഷരരും കുറച്ച് വിദ്യാസമ്പന്നരുമായ ആളുകൾ എല്ലാം ചേർന്നാണ് ഇങ്ങനെ ഒരു സ്ഥാപനം 1964 സ്ഥാപിച്ചത്. ഒരു ഓലക്കെട്ടിടത്തിൽ ഒരു മദ്രസയാണെന്നും പറയുന്നതാണ് അക്കാലത്ത് ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. കാരണം വിദ്യാസമ്പന്നരില്ലാത്ത ആളുകൾക്ക് ഇതെന്താണ് എന്ന് അറിഞ്ഞുകൂടാ. അന്നത്തെ കാര്യങ്ങൾക്ക് ഇനി ഇതിൻ്റെ 60ാം വാർഷികത്തിൽ നമുക്ക് സംസാരിക്കാം. എന്തായാലും ഈ ഇവിടെ പങ്കെടുത്തുന്ന എല്ലാവർക്കും, വിശിഷ്ടാതിഥി ശ്രീ റഹ്മാൻ അവർക്കും മറ്റൊരു വിശിഷ്ടാതിഥി ശ്രീ ആസിം വെളിമണയ്ക്കും ഇവിടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നന്ദിയും തണ്ടേക്കാട് മുസ്ലിം ജമാഅത്തിൻ്റെ സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവിധ ആശംസകളും. അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ, ഈ വേദിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന സിനിമാ താരം റഹ്മാൻ, അസീം വെള്ളമെണ്ണ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വളരെയധികം സന്തോഷവും ആത്മാഭിമാനത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ പൂർവികർ നമ്മൾക്ക് നേടിത്തന്ന, നമ്മളെ ഏൽപ്പിച്ച ഒരു സമ്പത്താണ് തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ. അത് നമ്മൾ വരുന്ന തലമുറയിൽ കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകണമെന്ന് എല്ലാവരോടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു. റഹ്മാൻ സാറിൻ്റെ അദ്ദേഹം അഭിനയിച്ച പ്രശസ്തമായ ഒരു സിനിമയിലെ ഒരു ഗാനമാണ് അവർ രണ്ടുപേരും കൂടി പാടുന്നത്. ഫാത്തിമ നൗറിയുടെ +1 വിദ്യാർത്ഥിയും അനാൻ ഫാത്തിമ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. അവരെ ക്ഷണിക്കുന്നു. ആടി വാ കാറ്റേ
ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അഭിമാനത്തോടു കൂടി ഇവിടെ നിൽക്കുന്നത് എന്നും എണ്ണസംഖ്യയിൽ പൂർവ്വ വിദ്യാർത്ഥികളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന അഭിമാനം കൂടി പങ്കുവയ്ക്കുകയാണ്. വർഷാവർഷങ്ങളിൽ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെല്ലാം പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ്. അവരെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞ ഈ സന്ദർഭം നന്ദിയോടെ സ്മരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഇത്തരമൊരു പ്രോഗ്രാമുമായി മാനേജ്മെൻറ്റ് കമ്മിറ്റിയും ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും രക്ഷകർത്താക്കളും പൂർവ്വ വിദ്യാർത്ഥികളും ഒരുമിച്ച് കൂടുമ്പോൾ ഈ ഡയമണ്ട് ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ സ്കൂളിൻ്റെ സമഗ്ര വികസനമാണ്. ഈ സ്കൂൾ മനോഹരമായ കെട്ടിടങ്ങളുണ്ട്. 3500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ആ കുട്ടികൾ തന്നെ ഒരു ചെറിയ ശതമാനം കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ ഈ വേദിയിലുള്ളൂ. ബാക്കിയുള്ളവർ ഇപ്പോൾ ക്ലാസ്സുകളിലാണുള്ളത്. ഈ സന്ദർഭത്തിൽ ജമാഅത്ത്, ഇവിടുത്തെ മാനേജ്മെൻറ്റ് കമ്മിറ്റി, തണ്ടേക്കാട് മുസ്ലിം ജമാഅത്ത്, അവർ ആദ്യപടിയായി ഈ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾക്ക് വേണ്ടി 5 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഒരു നല്ലൊരു കൈയടി കൊടുത്തേ. അവർ ഈ ചടങ്ങിൽ വെച്ച് അതിൻ്റെ ബന്ധപ്പെട്ട ഭാരവാഹികൾ പ്രസിഡന്റ് KK മജീദും അതുപോലെ തന്നെ അതിൻ്റെ ജനറൽ സെക്രട്ടറി MK ഷംസുദ്ദീനും ചെയർമാൻ KK ഷാജഹാനും നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ മാനേജർ PM മുക്താർ സാർ, അതുപോലെ തന്നെ നമ്മുടെ PTA പ്രസിഡന്റ്, അതുപോലെ നമ്മുടെ ചെയർമാനാണ് ഇതിൻ്റെ ഫൈനാൻസ് വിങ്ങിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ, അതോടൊപ്പം തന്നെ കൺവീനർ PTA പ്രസിഡൻ്റാണ്, അതുപോലെ നമ്മുടെ HM മിനി ടീച്ചർ, പ്രിൻസിപ്പൽ നിസാമോൾ ടീച്ചർ എന്നിവർക്ക് ഈ ചടങ്ങിൽ വെച്ച് കൈമാറുകയാണ്. അതിനുവേണ്ടി അവരെ ക്ഷണിക്കുന്നു. അത് നൽകുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഭാരവാഹികളെ ക്ഷണിക്കുന്നു. നമുക്കൊരു നല്ല കയ്യടിയോടുകൂടി 5 ലക്ഷം രൂപയാണ് തണ്ടേക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഈ ആഘോഷ പരിപാടികൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ട റഹ്മാൻ സാറിൻ്റെ സാന്നിധ്യത്തിൽ അവർ അത് കൈമാറുകയാണ്. നല്ലൊരു കയ്യടി, ഒന്നുകൂടി നല്ലൊരു കയ്യടി കൊടുത്തേ. ഒട്ടനവധി പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സ്കൂളിനെ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അഭിമാനകരമായ നേട്ടങ്ങൾ സമ്മാനിച്ച ഒട്ടനവധി വിദ്യാർത്ഥികൾ ഈ വർഷവും നമ്മുടെ സ്കൂളിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വായിച്ച ഇൻക്ലൂസീവ് സ്പോർട്സ്. വിവിധ പ്രതിസന്ധികളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വിദ്യാർത്ഥികൾ. അങ്ങനെ 100 കണക്കിന് വിദ്യാർത്ഥികൾ ഈ 3500 കുട്ടികളിൽ പഠിക്കുന്നുണ്ട്. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. അതിൽപ്പെട്ട 5 കുട്ടികൾ സംസ്ഥാന തലത്തിൽ നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിവിധ ഇനങ്ങളിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു. ആ കുട്ടികൾ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ തിരിച്ചെത്തിയത്. അവരെ ഈ ചടങ്ങിൽ വെച്ച് പ്രിയപ്പെട്ട റഹ്മാൻ സാർ ഒന്ന് ആദരിക്കുകയാണ്. ആ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും അവരെ അതിന് പ്രാപ്തരാക്കിയ 2 അധ്യാപകരുണ്ട്. അവരെ ക്ലാസ് ടീച്ചർമാരുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ജിമ്മി ടീച്ചറും സില്ല ടീച്ചറും അവരെയും, അതുപോലെ നമ്മുടെ സ്പോർട്സ് അധ്യാപകരെയും അവരെയും വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുക. ഷായർ സാർ, മുംതാസ് ടീച്ചറും ഈ വേദിയിലേക്ക് വരേണ്ടതുണ്ട്. അവരെയും ക്ഷണിക്കുകയാണ്. ആദ്യം ഫാരിസ് തണ്ടേക്കാട് സ്വദേശിയാണ്. ഫാരിസ് ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട ഫാരിസ് ക്രിക്കറ്റ് താരമാണ്. അവനിവിടെ ഏറ്റവും നന്നായി നമ്മുടെ എറണാകുളം ജില്ലാ ടീമിൽ അംഗമായി ക്രിക്കറ്റ് കളിച്ച 14 വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽപ്പെട്ട പ്രിയപ്പെട്ട ഫാരിസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സില്ല ടീച്ചർ, ജിമ്മി ടീച്ചർ, ഫാരിസ് അവിടെ തന്നെ നിൽക്കണോട്ടോ, പോകരുത്. ഫാരിസ് നിർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കയ്യടി കൊടുത്തേ. നമുക്കെല്ലാ കഴിവുകളുമുണ്ട്. അടുത്ത നസ്രീന ബഷീർ, നമ്മുടെ +1 വിദ്യാർത്ഥിയാണ്. ഹാൻഡ്ബോളിൽ പങ്കെടുത്ത് ജില്ലയുടെ അഭിമാന താരമായ നസ്രീന ബഷീറിന് ഉപഹാരം നൽകുന്നു. അടുത്ത മുഹമ്മദ് ഇഹ്സാൻ, ബാഡ്മിന്റണിൽ നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ജില്ലാ ടീമിലെത്തി സംസ്ഥാന തലത്തിൽ എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി മത്സരിച്ച നമ്മുടെ മുഹമ്മദ് ഇഹ്സാൻ 8F വിദ്യാർത്ഥിയാണ്. ഒരു കയ്യടി കൊടുക്കുക. അടുത്ത ബാസിൽ ബിനിൽ, നമ്മുടെ എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് റിലേ ടീമിൽ അംഗമായിരുന്നു നമ്മുടെ ബാസിൽ ബിനിൽ. ടീച്ചർമാർക്ക് ഒപ്പം ചെല്ല്, നിങ്ങൾ മാറി നിൽക്കല്ലേ. ബാസിൽ ബിനിൽ, ഒരു നല്ലൊരു കയ്യടി കൊടുത്തേ.
ഒരുപാട് പ്രതിസന്ധികളുള്ള കുട്ടികളാണ്. അടുത്ത് സൈനുൽ സാബിദ് കെ 7Gയിൽ പഠിക്കുന്ന ഫുട്ബോൾ താരമാണ്. ഭാവിയിലെ ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്ന ഒരു ഫുട്ബോൾ താരമാണ് സൈനുൽ സാബിദ്. അവരെല്ലാവരും ഒന്നിച്ച് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു ഫോട്ടോക്ക് വേണ്ടിയിട്ട് അധ്യാപകരും ആ വിദ്യാർത്ഥികൾ ഒന്നിച്ച് നിൽക്കുക. അവിടെ മുംതാസ് ടീച്ചർ, ഷാഹിർ സാർ, ഇവർ സംസ്ഥാന തലത്തിൽ നമ്മുടെ എറണാകുളം ജില്ലയെ പ്രതികരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ പങ്കെടുത്തവരാണ്. ഒരു നല്ല കയ്യടി കൊടുത്ത്, നല്ല കയ്യടി. അതുപോലെ നമ്മുടെ സ്കൂൾ സംസ്ഥാന തലത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സയൻസ് ഫെയറിൽ സയന്റിഫിക് റൈറ്റിംഗ് നമുക്കറിയാം അത്ര ഈസി അല്ല. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ശാസ്ത്രത്തെ അറിയണം. രചന ലളിതവും കൃത്യവും തെളിവുകളും നിരത്തുന്നതുമാണ്. CB രാമൻ essay റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ നമ്മുടെ സ്കൂളിനെ പ്രതികരിച്ച് സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത ഐഷ നിഹാല നമ്മുടെ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥിയാണ്. ഐഷ നിഹാലയ്ക്ക് ഒരു മൊമെന്റോ നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട റഹ്മാൻ സാറിനെ ക്ഷണിക്കുന്നു. ഒരു കയ്യടി കൊടുത്ത എല്ലാവരും. ഐഷ നിഹാൽ സാർ, ടീച്ചർമാർ, 2 ടീച്ചറിന്, ദീപ്തി ടീച്ചറും അവരെ ക്ഷണിക്കുകയാണ്. ദീപ്തി ടീച്ചറും അതുപോലെ ഷാമോൾ ടീച്ചർ എവിടെയാണ്? അവരുണ്ട്. ഓക്കെ, ചെല്ലും. അതുപോലെ വേറൊരു അഭിമാനകരമായ നേട്ടം, നമ്മുടെ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടാണ് ദേശീയ തലത്തിലേക്ക് കുട്ടികൾ പോകുന്നത്. നിങ്ങൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ സ്കൂളിന്റെ 60 വർഷത്തെ ചരിത്രത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് 8 കുട്ടികളാണ് ഡോഡ്ജ് ബോളിൽ ദേശീയ ടീമിൽ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്നത്. അവർ നാളെ രാവിലെ അഹമ്മദാബാദിലേക്ക് ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അവരുടെ അധ്യാപകർ നല്ല കൃത്യമായ പരിശീലനം നൽകിയാണ് അവർ സംസ്ഥാന തലത്തിൽ മത്സരിച്ചത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദീന അമ്രിൻ അജീഷ് 8A കുട്ടിയാണ്. അദീന അമ്രിൻ അജീഷ്. അടുത്ത റസാന ജന്നത്ത്. കുട്ടികൾ പോകരുത്, അവിടെ തന്നെ നിൽക്കണം. റസാന ജന്നത്ത് 8A. നിങ്ങൾ നല്ലൊരു കയ്യടി കൊടുത്തേ. ഇവർ ദേശീയ താരങ്ങളാണ്, നമ്മുടെ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന കുട്ടികളാണ്. നസ്ല മെഹറിൻ, ആലിയ തസ്ലി 8A. ആൺകുട്ടികൾ നബീൽ എമ്മൻ വേമ്പോ 9D. മുഹമ്മദ് ഷാഹിദ് MS. കയ്യടി കുറഞ്ഞിട്ടോ, എല്ലാവർക്കും കയ്യടി കൊടുക്കണം. മുഹമ്മദ് ഷാഹിദ് MS. അഹമ്മദ് ഇർഫാൻ KR. മുഹമ്മദ് നാഫിസ് MN 10A. റസൽ ആലിം 10D. റുസൽ ആലിം 10D. റിസ്വാൻ PR 10D. പോകല്ലോ. അഹമ്മദ് യാസീൻ 7G. നിഷിൽ VP 9B. ഒരു നല്ലത് കൈയ്യടി കൊടുക്കുക. 14 കുട്ടികൾ നമ്മുടെ ജില്ലയെ പ്രതിനിധീകരിച്ച് ഇന്ന് ദേശീയ ടീമിൽ അംഗമായിരിക്കുകയാണ്. നാളെ അവർ യാത്ര തിരിക്കും. നല്ലൊരു യാത്രാമംഗളങ്ങൾ നേരാം. അതോടൊപ്പം തന്നെ നല്ലൊരു കയ്യടി, ഒന്നൊരു കയ്യടി എല്ലാവർക്കും വേണ്ടി. ഇവരെ ഒന്നിച്ചു നിർത്തിയൊരു ഫോട്ടോ. നിങ്ങൾ താഴ്ത്തു വരാം കുട്ടികൾ. താഴെ നജീക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ അധ്യാപകർ മുംതാസ് ടീച്ചറെ നിങ്ങളിവിടെ നിൽക്ക്. മുംതാസ് ടീച്ചറും ഷാഹിർ സാറുമാണ്. ക്ലാപ്സോൺ. താങ്ക് യു. അസീം അലിമിനെ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് വേദിയിലുണ്ട്. അദ്ദേഹം ഒരു മതപണ്ഡിതൻ കൂടിയാണ്. അപ്പോൾ വിളിക്കുമ്പോൾ ദുബൈയിൽ ആയിരുന്നു. ആദ്യം ഒരു ഡേറ്റ് നമുക്ക് തന്നു, പിന്നീട് നമ്മളുടെ ഡേറ്റ് മാറി. അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബൈയിൽ നിന്ന് കയറി വരാനത്തെ തടസ്സങ്ങളൊക്കെ അവർക്ക് നേരിട്ടിരുന്നു. പക്ഷെ മിനിഞ്ഞാന്നാണ് ദുബൈയിൽ നിന്ന് അവർ വന്നപ്പോൾ തന്നെ വിളിച്ചു. ഇന്നലെ ആലുവയിൽ അവരുടെ സുഹൃത്ത് അൻസാറിൻ്റെ വീട്ടിൽ അവർ താമസിച്ചു. ഇന്ന് രാവിലെ ഞാൻ വിളിക്കുമ്പോൾ ആലുവ പുഴയിൽ നമ്മുടെ പ്രിയപ്പെട്ട അസീം വെളിമണ്ണ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മളെല്ലാവർക്കും മക്കളെ നമ്മൾ നോക്കുക, അസീം അളിമണ്ണയിലേക്ക് നോക്കുക. അസീം അളിമണ്ണയെ തൻ്റെ പരിമിതികൾ എല്ലാത്തരെയും വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ഇന്ത്യയെ പ്രതികരിച്ചുകൊണ്ട് സിംഗപ്പൂരിൽ നടന്ന വേൾഡ് പാരാ സ്വിമ്മിംഗ് മത്സരത്തിൽ പങ്കെടുത്തത്. ആ മനോഹരമായ ചിത്രം കാണുമ്പോൾ തന്നെ, സക്കീറ ആ ചിത്രം ഒന്ന് കാണിക്കും, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അസീം അളിമണ്ണയുടെ ഒരു പ്രാധാന്യം. അസീം അളിമൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മുടെ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി നമുക്ക് നിർമ്മിച്ച് നൽകിയ ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനം നടത്തുകയാണ്. അപ്പോൾ ഈ വേദിയിൽ അസീം സംസാരിക്കുന്നില്ല. ഇതിന് ശേഷമുള്ള മറ്റൊരു വേദിയിലാണ് അസീം അളിമൻ രചിച്ചൊരു പുസ്തകം പ്രിയപ്പെട്ട റഹ്മാൻ സാറിന് കൈമാറണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. റഹ്മാൻ സാറിനെ കാണാൻ വേണ്ടിയാണ് നേരത്തെ ഇവിടെ എത്തിയത്. പ്രിയപ്പെട്ട അസീമിനെയും അതുപോലെ തന്നെ അസീമിനെ ക്ഷണിക്കുന്നു, അത് സ്വീകരിക്കുന്നു, റഹ്മാൻ സാറിനെ ക്ഷണിക്കുന്നു. അസീമിൻ്റെ പ്രയത്നഫലമായിട്ട് നാട്ടിൽ സ്കൂൾ പോലും ഹൈസ്കൂളായി മാറിയിട്ടുണ്ട്. നമുക്കറിയാം, പത്രത്താളുകളിലൊക്കെ വായിച്ചതാണ്. ഈ അടുത്ത ദിവസമാണ് കഅബയിൽ, പരിശുദ്ധ കഅബയിൽ, ആ കഅബയുടെ ഉള്ളിൽ കയറാനുള്ള ഭാഗ്യം കിട്ടിയ ഒരാളാണ് അസീം അളിമണ്ണ. ജീവിതത്തെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് അസീം അത് പറയുന്നുണ്ട് നമ്മളോട്. അടുത്തതായിട്ട് നമ്മുടെ ലോഗോ പ്രകാശനമാണ്. ആ ലോഗോ പ്രകാശനത്തിന് വേണ്ടി പ്രിയപ്പെട്ട റഹ്മാൻ സാറിനെ ക്ഷണിക്കുന്നു. അതിനു മുമ്പ് 2 വാക്ക് റഷീദക്ക നമ്മൾ സംസാരിക്കും. നമുക്ക് ഈ വേദിയിലേക്ക് റഹ്മാൻ സാറിനെ എത്തിച്ചു തന്നത് റഷീദക്കയാണ്. റഷീദക്കയുടെ പരിചയമാണ്, മുക്താർ സാറുമായിട്ടുള്ള പരിചയമാണ് ഇവിടെ എത്താൻ കാരണം. അതിനുവേണ്ടി റഷീദക്കയെ ക്ഷണിക്കാം. നമസ്കാരം. ഞാൻ വളരെ സന്തുഷ്ടനാണ്. മനസ്സിൽ പ്രതീക്ഷയിലും വളരെ അതിഗംഭീരമായ പ്രോഗ്രാം. മുക്താർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ വളരെ അടുത്ത സുഹൃത്തു, അതുപോലെ തന്നെ നടൻ റഹ്മാനും എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. അപ്പം റഹ്മാനെ ക്ഷണിച്ച് ഈ വേദിയിൽ കൊണ്ടുവരാൻ പറ്റിയതിലും ഇത്ര ഗംഭീരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതിലും അകമഴിഞ്ഞ് എല്ലാവരോടും സന്തോഷത്തോടുകൂടി നന്ദി പറയാണ്. അസ്സലാമു അലൈക്കും. കൽപ്പന ചെയ്തത് പ്രിയപ്പെട്ട ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി 1 മുതൽ 12ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ച പ്രിയപ്പെട്ട സുമയ്യയാണ്. സുമയ്യ അല്ലപ്പുറ സ്വദേശിയാണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. തൻ്റെ 2 മക്കൾ 5ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും സുമയ്യയുടെ ഇവിടെ പഠിക്കുന്നുണ്ട്. സുമയ്യ ഈ വേദിയിൽ വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. അത് ലോഗോ പ്രകാശനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരാളെ കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സലീം, മുഹമ്മദ് സലീം ഈ വേദിയിൽ ഉണ്ടെന്നത്. സലീമോടെ സലീമിൻ്റെ തീമാണ് നമ്മൾ 60ാം വാർഷികത്തിൻ്റെ തീമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു കയ്യടി കൊടുത്തേ. നമുക്കല്ല, തണ്ടേക്കാട് സ്വദേശിയാണ് സലീം. സലീമിൻ്റെ മക്കളും ഇവിടെ പഠിച്ചവരാണ്. ഓക്കെ, അതിന് ലോഗോ പ്രകാശനത്തിന് വേണ്ടി പ്രിയപ്പെട്ട റഹ്മാൻ സാറിനെ ക്ഷണിക്കുന്നു. ഈ ലോഗോ ഡിസൈൻ ചെയ്ത പ്രിയപ്പെട്ട സുമയ്യക്ക് 5000 രൂപയാണ് നമ്മൾ ക്യാഷ് പ്രൈസായിട്ട് നൽകുന്നത്. പ്രിയപ്പെട്ട സുമയ്യയെ ക്യാഷ് പ്രൈസും അതുപോലെ തന്നെ നമ്മുടെ മെമ്മൻ്റെയും സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട റഹ്മാൻ സാർ അത് നൽകും. അടുത്ത ലോഗോ തീം അത് നൽകിയ പ്രിയപ്പെട്ട സലീമിന് ആദരിക്കുന്ന റഹ്മാൻ സാറിനെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നുണ്ട് 1000 രൂപയുടെ ക്യാഷ് അവാർഡ് സലീമിനുണ്ട്. അത് സ്വീകരിക്കുന്ന സലീമിനെ ക്ഷണിക്കുകയാണ്.
അടുത്തുള്ള മെമൻറ്റോ നമ്മുടെ സ്കൂൾ നമ്മുടെ മഹല്ല് പ്രസിഡന്റ് KK മജീദ് സാർ നൽകുന്നു. അടുത്ത നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി OM റഫീഖ്, അദ്ദേഹത്തെ ഒരു പൊന്നാട് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പൊന്നാട് അണിയിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. മഹല്ല് ജമാഅത്തിന് വേണ്ടി നമ്മുടെ ഭാരവാഹികൾ പൊന്നാട് അണിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പളും അതുപോലെ HM മിനി ടീച്ചറും PTA പ്രസിഡന്റും കൂടി നമ്മുടെ ആസിം വെളിമണ്ണയെ ഒന്ന് ആദരിക്കുകയാണ്. അതിനുവേണ്ടി അവരെ ക്ഷണിക്കുന്നു. MPTA പ്രസിഡന്റ് നജീന അബ്ബാസ് എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനീയരായ മാനേജർ മുക്താർ സാർ, നമ്മുടെ ലോഗോ റിവീൽ ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന ഫിലിം ആക്ടർ റഹ്മാൻ സാർ, ഇൻ്റർനാഷണൽ പാരാസിമർ അസീം വെളിമണ്ണ സാർ, മറ്റ് ജമാഅത്ത് ഭാരവാഹികൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, 1964 നമ്മുടെ കാരണവന്മാരായ കുറേ ആളുകളുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സ്കൂള് ആരംഭിച്ചത്. അതിന്ന് അതിൻ്റെ 60ാം വാർഷികത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആദ്യത്തെ പ്രോഗ്രാമായ ലോഗോ റിവീലിംഗ് ഇവിടെ നടന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് 1 വർഷം നീളുന്ന പ്രോഗ്രാമുകളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും, നാട്ടുകാരും എല്ലാവരും ഒത്തുചേർന്ന് ഒരു വൻ വിജയമാക്കി മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന നമ്മുടെ കലോത്സവത്തിന് നമുക്ക് ഓവറോൾ സെക്കൻഡ് നേടാൻ കഴിഞ്ഞു. അതോടൊപ്പം ശാസ്ത്രോത്സവത്തിനും ഓവറോൾ സെക്കൻഡ് നേടാൻ കഴിഞ്ഞു. കായികമേളയ്ക്ക് കഴിഞ്ഞ വർഷം 7ാം സ്ഥാനത്ത് നിന്നിരുന്ന നമ്മുടെ കായികമേള ഇത്തവണ 3ാം സ്ഥാനം നേടാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷപൂരം കൂടി എല്ലാവരെയും അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി നമ്മുടെ സ്കൂൾ മാനേജർ മുക്താർ സാറിന് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ലോഗോ റിവീലിങ്ങിനായി എത്തിയിരിക്കുന്ന കൂടെ ഇവിടെ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നമ്മുടെ ഫിലിം ആക്ടർ റഹ്മാൻ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഗ്രൗണ്ട് ഉദ്ഘാടനത്തിനായി എത്തിയിരിക്കുന്ന ഇൻ്റർനാഷണൽ പാരാസിമർ അസീം വെളിമണ്ണയെയും നന്ദി അറിയിക്കുകയാണ്. അപ്പം സമയക്കുറവുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് പറയാനാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരുമിച്ച് തന്നെ എല്ലാവരെയും പേര് പറയാം. നമ്മുടെ ജമാഅത്ത് ഭാരവാഹികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, ഗുരുക്കന്മാർ, അതോടൊപ്പം ഇവിടെ നമ്മുടെ റഹ്മാൻ സാറിനെ ഇവിടെ എത്തിച്ച റഷീദിക്ക, അധ്യാപകർ, വിദ്യാർത്ഥികൾ, എല്ലാവർക്കും ഒരു വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.